പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ച് കെ.ടി. ജലീൽ. ജലീലിന്റെ വെല്ലുവിളി മോദിജി ഏറ്റെടുക്കണമെന്ന് കേരള ജനത. വന്ദേ ഭാരതും വാട്ടർ മെട്രോയും നാടിന് സമർപ്പിക്കാൻ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ യുവജനങ്ങളുടെയും സാധാരണക്കാരുടെയും ഇടയിൽ ഉണ്ടാക്കിയത് ശക്തമായ സ്വാധീനവും നേടിയെടുത്തത് വലിയ പിന്തുണയുമാണ്. മണിക്കൂറുകൾ മാത്രം നീണ്ട സന്ദർശനത്തിലൂടെ പ്രധാനമന്ത്രി ഇളക്കിവിട്ട അലയൊലികൾ ഇപ്പോഴും അടങ്ങാതെ കേരളത്തിൽ പ്രകമ്പനം കൊള്ളുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചേരികൾ സമ്മർദ്ദം താങ്ങാനാവാതെ രാജ്യവിരുദ്ധന്മാരെ വരെ കളത്തിൽ ഇറക്കിയിരിക്കുകയാണ്. എറണാകുളത്തെ യുവം പരിപാടിയിൽ കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും പറയാതെ കേരളത്തിലെ ഇന്ത്യൻ യുവതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയെ പോലെ 50 മിനിറ്റോളം പ്രസംഗിച്ച മോദി 2 മിനിറ്റിൽ താഴെ മാത്രമാണ് രാഷ്ട്രീയം പ്രസംഗിച്ചത്. അതാകട്ടെ കഴമ്പുള്ള വിമർശനവുമായിരുന്നു. രാജ്യവികസനം സ്വപ്നം കണ്ട് BJP മുന്നോട്ട് പോകുമ്പോൾ ഒരു കൂട്ടർ ഒരു കുടുംബത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന് കോൺഗ്രസിനെ കുറിച്ചും, കേരളത്തിലെ ചിലർ രാവും പകലും ചിന്തിക്കുന്നത് സ്വർണം കടത്തുന്നതിനെ കുറിച്ചാണെന്ന് ഇടതരെ കുറിച്ചും മോദി പരിഹസിച്ചു. സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള ആ ഒരൊറ്റ പരാമർശം കേരളത്തിലെ ഭരണത്തിന്റെ വൺ വേർഡ് ഹിസ്റ്ററി തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ കോഴിയെ കട്ടവന്റെ തലയിൽ പൂടയിരിക്കുമെന്ന് പറയുന്നത് പോലെ സ്വർണ്ണക്കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കപട കമ്മ്യൂണിസ്റ്റ് കെ.ടി. ജലീലിന് പൊള്ളി. പിന്നെ കണ്ണുകൾ ഇറുക്കിയടച്ച് ഇരുട്ട് ഉണ്ടാക്കി മുട്ടാപ്പോക്ക് ന്യായീകരണങ്ങളുമായി വന്ന് ജലീൽ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ച് ന്യായീകരണ പോസ്റ്റുമായി ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ജലീൽ എന്ന മുൻ സിമി പ്രവർത്തകന്റെ ആ വെല്ലുവിളി പ്രധാനമന്ത്രി ഏറ്റെടുക്കണം എന്ന് കേരള ജനത അപേക്ഷിക്കുകയാണ്. അങ്ങനെ എല്ലാ സ്വർണ്ണക്കടത്തുകാരെയും പുറംവട്ടം കാണിക്കാത്ത വിധത്തിൽ അകത്തിട്ട് പൂട്ടണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരുപോലെ കൊതിക്കുകയാണ്. തങ്ങൾ സ്വപ്നം കാണുന്ന മദർ റിപ്പബ്ലിക്കിനെ നിർമ്മിച്ചെടുക്കുവാനുള്ള ഫണ്ട് കണ്ടെത്താൻ ശരീരത്തിലെ മലദ്വാരങ്ങളിൽ പോലും സ്വർണം കുത്തി നിറച്ചു കൊണ്ടുവരുന്ന പ്രവണത കഴിഞ്ഞ 5 വർഷങ്ങളായി കേരളത്തിൽ പെരുകിയിരിക്കുകയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടിൽ കയറ്റിയതോടെ ഫണ്ടിനത്തിൽ പണ്ടങ്ങൾ വരുന്നത് കുറച്ച് നാളത്തേക്ക് കുറഞ്ഞെങ്കിലും അതിപ്പോൾ വീണ്ടും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇത്തരം രാജ്യദ്രോഹികളോട് ഇനിയെങ്കിലും മൃദു സമീപനമോ ദാക്ഷിണ്യമോ കാണിക്കാതെ ജലീലിന്റെ വെല്ലുവിളി കൂടി ഏറ്റെടുത്ത് അവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അകത്താക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ പ്രധാനമന്ത്രി മുൻകൈയെടുക്കണം. ജലീൽ ഉദ്ദേശിച്ച ശേഷി എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും അതുക്കും മേലെ നിൽക്കുന്ന ശേഷി ഇന്ത്യൻ കസ്റ്റംസിനുണ്ടെന്ന് ജലീലിന് തെളിയിച്ചു കൊടുക്കണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ശക്തമായി തന്നെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. നയതന്ത്ര ബാഗുകളിലൂടെ സ്വർണം കടത്തിയതിന് ഇടനിലക്കാരിയായി നിന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് കേരളത്തിലെ പ്രധാന ഒരു മന്ദിരത്തിലേക്ക് വന്ന കനമുള്ള ബിരിയാണി ചെമ്പിലെ സ്വർണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും അജ്ഞാതമായി തുടരുകയാണ്. പ്രധാനമന്ത്രി ആ വിഷയത്തിലും ശക്തമായി ഇടപെട്ട് അന്വേഷണം ത്വരിതപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കണം. കേരള സർക്കാരിന്റെ കീഴിൽ ജീവനക്കാരിയായിരുന്ന സ്വപ്നയുടെ കയ്യിൽ ഉണ്ട് എന്ന് സ്വപ്ന അവകാശപ്പെടുന്ന ഇനിയും വെളിപ്പെടുത്താത്ത തെളിവുകൾ അന്വേഷണ ഏജൻസികൾ വഴി ശേഖരിച്ച് സ്വർണം കടത്തിയ കൊള്ളക്കാരെയും അതിന് നിർദ്ദേശം നൽകിയ കൊള്ളത്തലവന്മാരെയും പുറംവട്ടം കാണിക്കാതെ തുറുങ്കിലടയ്ക്കാനും ജലീലിന്റെ വെല്ലുവിളി കാരണമായി തീരട്ടെ. പ്രധാനമന്ത്രി സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറഞ്ഞതെല്ലാം കേവലം പഴിചാരലല്ല, മറിച്ച് നഗ്നമായ സത്യമാണെന്ന് ഏവർക്കും അറിയാം. അതുകൊണ്ട് സ്വർണ്ണക്കടത്ത് കേസിലെ മെല്ലപ്പോക്കുകൾ മാറ്റി ഇനിയെങ്കിലും ശക്തമായി കേസ് മുന്നോട്ട് പോകാൻ പ്രധാനമന്ത്രി ഇടപെടട്ടെ. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഏക സംസ്ഥാനമാണെങ്കിലും ഇവിടുത്തെ ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ടാണ് പല അധികാരികളും കൊള്ള തുടരുന്നത്. ജലീൽ പറഞ്ഞതുപോലെ ഇവിടെ പൊതുവിദ്യാലയങ്ങൾ പണിതത് വർഗീയ കോമരങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ തന്നെയായിരുന്നു. പക്ഷേ കാലങ്ങളായി വർഗീയ കോമരങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭരണം തീരെഴുതുമ്പോൾ അതിലും വലിയ ഏത് വർഗീയ കോമരങ്ങൾക്ക് ബെഞ്ചാമരം വീശാനാ? വർഗീയതയുടെ പര്യായമായ ജലീൽ എന്ന ഈ 7ാം കൂലി കമ്മ്യൂണിസ്റ്റിനോട് ഇന്ത്യയുടെ അഭിമാനമായ പ്രധാനമന്ത്രി മറുപടി നൽകേണ്ട കാര്യമില്ലെങ്കിലും സ്വർണ്ണ കള്ളക്കടത്തുകാർക്കെതിരെ പ്രധാനമന്ത്രി നടപടികൾ കടുപ്പിക്കുക തന്നെ വേണം. മലർപ്പൊടിക്കാരൻ ജലീൽ പുലമ്പുന്നത് പോലെയൊന്നുമല്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ്. അത് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും എതിരാണെന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി പറഞ്ഞ വികസന സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകുന്നതുമാണ്. പക്ഷേ ആ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിനു മുൻപ് പ്രധാനമന്ത്രി സൂചിപ്പിച്ച സ്വർണ്ണക്കടത്തുകാർ അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുക തന്നെ വേണം.